നന്ദുവിനും കുഞ്ഞാറ്റൂനും ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ചേച്ചികളും അനിയനും കൂടി നല്ല കളിയാണ് കേട്ടോ. മുറ്റത്ത് കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ അമ്പാടിക്ക് ഇതിലിപ്പരം ഇഷ്ടമുള്ള വേറെ കളികളൊന്നുമില്ല. ഉള്ളിലിരുന്ന് കളിക്കാൻ അവന് അധികം ഇഷ്ടമില്ല. മുറ്റത്ത് കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് നന്ദുട്ടിയൊക്കെ അവൻ്റെ കളിക്കൊക്കെ നിൽക്കും. അതുകൊണ്ട് ചേച്ചി അനിയനും കൂടി അതാ അവിടെ കളിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റു എന്തിനോ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അച്ചമ്മ. കുട്ടികൾ വീണ് നോക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ അങ്ങനെ മുറ്റത്ത് ഇരിക്കുകയാണ് കേട്ടോ. അതിൽ കുഞ്ഞാറ്റു എന്നെ കളിയാക്കണ്ട അച്ചമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മേനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതിൽ അവളുടെ എന്ന് പറഞ്ഞിട്ടൊരു തുമ്പലുണ്ട് കേട്ടോ. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അച്ചമ്മ ഇങ്ങനെ കളിയാക്കിയും കൊണ്ടിരിക്കുന്നത്. അതിൽ തെറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒളിച്ചേ കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് കുഞ്ഞാറ്റ ചമ്മിയേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നന്ദും അമ്പാടി ഇതൊന്നും ശ്രദ്ധിക്കില്ല. അവരിങ്ങനെ മുറ്റത്ത് കൂടെ മണ്ണ് വാരിയിട്ടും ഓടിച്ചാടി കളിച്ചിട്ടും പുല്ല് പറിച്ചിട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ വാലാണ് അമ്പാടി. നന്ദു എവിടെ പോകുന്നോ അമ്പാടി അവിടെ പോയിരിക്കും. അമ്പാടിക്ക് മണ്ണ് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. പൈപ്പ് ഇങ്ങനെ തുറക്കാൻ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നന്ദു പറയുന്നുണ്ട് അമ്പോ ഒരു ഹായ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അമ്പാടി ഹായ് എന്ന് തരികയാണ് കേട്ടോ. അങ്ങനത്തെ ആ പൈപ്പൊക്കെ തുറക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ അമ്പാടി. അതിൽ കിട്ടില്ല എന്ന് കണ്ടതിൽ പിന്നെയും വേറെ കളിക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു അവിടെ തെങ്ങ് മുറിച്ചതിൻ്റെ ഒരു അടിവശം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇങ്ങനെ പുല്ലൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. അമ്പാടി ഇങ്ങനെ ഈ മേത്ത് തേച്ച് നടക്കുന്നത് പൂഴി മണ്ണ് കളിച്ചിട്ട് ആ പൂഴി കയ്യിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മേത്ത് തുടച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ. അടുത്തത് എന്താ വിക്രസ് ഒപ്പിക്കാൻ പറ്റുകയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അതാ നന്ദു ചേച്ചി അതാ പുല്ല് പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അമ്പാടി അതേപോലെ കോപ്പി അടിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അപ്പൂന് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇത്ര നേരം ഞങ്ങൾ ഉണ്ടായിരുന്നത് നന്ദുട്ടറെ വീട്ടിലായിരുന്നു. അപ്പോൾ അതാ അച്ചമ്മ കഞ്ഞി കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു കോല് കിട്ടിയിട്ടുണ്ട്. ഇത് എന്നോട് ഇങ്ങനെ പൊട്ടിച്ചു തരാൻ പറയുകയാണ്. അപ്പോഴേക്കും ഇതാ കുഞ്ഞാറ്റ ഒരു കടലാസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മ അതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നോക്കി നോക്കമ്മ എൻ്റെ കണ്ണിൽ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കട്ടെ. അവൾക്ക് ഇങ്ങനത്തെ കളികളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോഴേക്കും അമ്പാടിക്ക് ഈ വടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുവിനെ തോണ്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ അച്ചമ്മേനോട് പൊട്ടിച്ചു തരാൻ പറഞ്ഞു. പൊട്ടിച്ചു കൊടുക്കില്ല. ലാസ്റ്റ് ഞാൻ പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പുഴുവിനെ തോണ്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ പോണത്. അത് തോണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നെ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്തോ കാട്ടട്ടെ വിചാരിക്കും. പക്ഷേ പുഴുവിനൊന്നും പറ്റില്ല. അപ്പുറത്തൊക്കെ പോയിട്ടേ ഇരിക്കും കേട്ടോ അത് തോണ്ടുണ്ടാവുക. പിന്നെ കുഞ്ഞാറ്റു ഇത് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത് അവളുടെ കൊയ്യക്ക ചെടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കൊയ്യക്ക എന്ന് പറയുന്നത് ഈ പേരയ്ക്ക തേയിനെയാണ്, അടയ്ക്കാപ്പഴത്തിൻ്റെ. ഞങ്ങൾ പാറശ്ശേരി ഭാഗത്തേക്കൊക്കെ ഇതിനെ കൊയ്യക്ക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അവൾ അമ്മ അത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വർഷമായി ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇത്ര വലുതായി അമ്മ എന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇത് അമ്പാടിക്ക് അങ്ങോട്ട് വരണം. അപ്പോൾ അച്ഛമ്മ എടുത്തിട്ട് അവനെ എൻ്റെ അടുത്തേക്ക് തരികയാണ്. അവനാണെങ്കിൽ ഓരോരുത്തർ ഒതുങ്ങി നിൽക്കുന്ന സ്വഭാവമൊന്നുമില്ല. വല്ല ചെടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പ് അപ്പോൾ പൊട്ടിക്കാനൊക്കെ നോക്കും കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റും അമ്മ അതാ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളമാക്കിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളമാക്കണ്ട അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇതാ കുട്ടികളുടെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ.